അപ്പം ശ്രദ്ധയിൽ കുഴപ്പമുണ്ടാകുന്നുണ്ടെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തി അലംഭാവത്തോടുകൂടിയാണ് ചെയ്യുന്നത്. അലംഭാവത്തോടുകൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ചിന്തയും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ചിന്തയായിട്ട് മാറും. അസ്വസ്ഥത ഉണ്ടാക്കുന്ന ചിന്തയാകാൻ കാരണം ചെയ്യുന്ന പ്രവൃത്തിയിൽ സത്യസന്ധതയില്ല. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാ ചിന്തയും നമ്മുടെ പ്രവൃത്തിയും എല്ലാം എല്ലായ്പ്പോഴും വളരെ മംഗളമായിട്ടാണ് സംഭവിക്കുന്നത്. അതല്ലാത്ത ഒരു പ്രവൃത്തിയും സാധ്യമല്ല. ഏതൊരു വ്യക്തിക്കും സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് അവനവനെ നന്നായിട്ട് അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ ലഭ്യമാകുന്നതാണ് സ്വാതന്ത്ര്യം. അതല്ലാതെ നമ്മൾ ബലം പിടിച്ചുണ്ടാക്കിയെടുക്കുന്നതല്ല സ്വാതന്ത്ര്യം. നമ്മളിലുള്ള പ്രവർത്തനങ്ങളെ, നമ്മളിലുണ്ടാകുന്ന ചലനങ്ങളെ, സൂക്ഷ്മമായിട്ടുള്ള ചലനങ്ങളെ നമ്മൾക്ക് സസൂക്ഷ്മം നിരീക്ഷിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വതന്ത്രനാകും. അനാവശ്യമായിട്ടുള്ള ഒരു കെട്ടുപാടിലും പോയി വീഴത്തില്ല. സ്വതന്ത്രനാകേണ്ടത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയാണ്. ഇപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് അറിവ് എന്ന് പറയുന്നവനെ സ്വതന്ത്രനാക്കുന്നതാണ്. അറിവ് ഒരിക്കലും ജീവിതത്തിൻ്റെ ഭാഗത്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ല. അറിവുള്ളവന് സമാധാനം ഉണ്ടാകണം. അറിവ് ഉള്ളവന് സമാധാനം ഉണ്ടാകും. അറിവാണെങ്കിൽ സമാധാനം ഉറപ്പാണ്. അപ്പം അറിവെന്ന് പറയുന്നത് നമ്മളെന്തെങ്കിലും ബുദ്ധിമോശമുള്ള ആൾക്കാരെ നിയന്ത്രിക്കുന്നതോ അവരെ കബളിപ്പിക്കുന്നതോ ഒരിക്കലും അറിവാകത്തില്ല. മറ്റൊരുത്തൻ്റെ കഴിവില്ലായ്മ എൻ്റെ അറിവൊരിക്കലും ആകത്തില്ല. മറ്റുള്ളൊരുത്തൻ്റെ കഴിവില്ലായ്മ നീക്കം ചെയ്യുന്നതാണ് എൻ്റെ അറിവ്. എനിക്ക് അറിവുണ്ടെങ്കിൽ മറ്റൊരുത്തൻ്റെ കഴിവില്ലായ്മ നീക്കം ചെയ്യുന്നതാണ് എൻ്റെ അറിവ്. എൻ്റെ അറിവുള്ളവനൊരിക്കലും അഹംഭാവത്തിൻ്റെ ആവശ്യമില്ല. അറിവുള്ളവനൊരിക്കലും എല്ലാവരുമായിട്ട് സഹകരിക്കാതിരിക്കത്തില്ല. അറിവുള്ളവന് എല്ലാവരുമായിട്ട് സഹകരിക്കാം. അവനൊരിക്കലും ബലം പിടുത്തത്തിൻ്റെ ആവശ്യമില്ല. കാരണം അറിവ് നമ്മളെ മോചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അറിവ് ഒരിക്കലും നമുക്ക് പ്രതിസന്ധി ഉണ്ടാക്കി തരത്തില്ല. അറിവ് എന്നും നമുക്ക് അനുകൂലമാണ്. അറിവ് ഒരിക്കലും നമുക്ക് പ്രതികൂലമാകത്തില്ല. ഒരുപാട് അറിഞ്ഞതുകൊണ്ട് എന്ന് പറയുന്ന ഭാഗമില്ല. അറിവ് ഒരുപാട് എന്നുള്ളൊരു ഭാഗത്തോട്ട് അറിവൊരിക്കലും നമ്മളെ കൊണ്ടുപോകത്തില്ല. അറിവ് കൊണ്ട് നമുക്കൊരിക്കലും കൂടുതലോ കുറവോ അല്ല. അറിവ് കൊണ്ട് നമുക്ക് സന്ദർഭത്തിൽ അനുയോജ്യമായിട്ട് കൃത്യമായിട്ട് അനുഭവിച്ച് തുടർന്നു പോകാൻ പറ്റുന്നതാണ് അറിവ്. അല്ല, അറിവ് കൊണ്ട് നമുക്ക് ഭാരമാകത്തില്ല. അറിവ് കൊണ്ട് നമുക്ക് മറ്റൊരാളോട് വിയോജിപ്പുണ്ടാകത്തില്ല. അറിവ് കൊണ്ട് നമുക്ക് എല്ലാവരുമായിട്ട് യോജിപ്പാനുണ്ടാകുന്നത്. അറിവിൻ്റെ ലക്ഷണം അതാണ്. കാരണം നിരന്തരമാണ്, തുടർച്ചയാണ്, വ്യക്തതയാണ്. അതുകൊണ്ട് അറിവ് കൊണ്ട് ഒരു വ്യക്തിയും വിഷമിക്കേണ്ട കാര്യമില്ല. അറിവ് കൊണ്ട് അറിവില്ലാത്തവനുമായിട്ട് സഹകരിക്കുന്ന ഭാഗവും മനോഹരമാണ്. അറിവുള്ളവനെ സഹകരിക്കാൻ പറ്റത്തുള്ളൂ. കാരണം അറിവുള്ളവനെ സഹകരിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് അറിവിൻ്റെ പ്രത്യേകത. അതാണ് അറിവുള്ളവനാണ് സഹകരിക്കാനുള്ള പ്രാപ്തിയുള്ളത്. അതാണ് അറിവ്. എൻ്റെ അറിവ്, എനിക്ക് ഒരുപാട് അറിവുണ്ട് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഇല്ലാത്ത അറിവ് എനിക്കുണ്ടെന്നുള്ള ഭാഗമാണ്. അത് ചിന്താശേഷിയാണ്. അതൊരിക്കലും നമ്മൾ നിലനിൽക്കുന്ന അവസ്ഥയായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകത്തില്ല. നമ്മൾ കുറേ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് ആ അറിവ് നമ്മുടെ ജീവൻ്റെ അറിവുമായിട്ട് യാതൊരു ബന്ധവും ഒരിക്കലും ഉണ്ടാകത്തില്ല. അത് മറ്റുള്ളവരുടെ ബലഹീനതയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. കാരണം നമ്മൾ അറിവെന്ന് പറയുന്നത് അനുനിമിഷം നമുക്ക് സർവ്വതുമായിട്ട് സഹകരിക്കാനുള്ള പ്രാപ്തിയാണ് അറിവ് തരുന്നത്. അറിവൊരിക്കലും കലഹിക്കത്തില്ല. അറിവിനെപ്പോഴും ശക്തിയുണ്ട്. അറിവിന് നിത്യതയുടെ സ്വഭാവമുണ്ട്. അറിവ് ഒരിക്കലും കലഹിക്കത്തില്ല. അപ്പോൾ അസ്വസ്ഥതയുടെ ചെറിയ ലക്ഷണം നമ്മളിൽ വരുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ അറിവിൽ നിന്ന് നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്നു. അറിവിന് ജീവനുണ്ട്. അക്ഷരങ്ങൾ കൂട്ടി വായിച്ച അറിവിന് ജീവനില്ല. നമ്മൾ അനുഭവിക്കുന്ന അറിവിനാണ് ജീവനുള്ളത്. കൂട്ടി വായിച്ച് പുസ്തകങ്ങൾ വായിച്ച് പഠിച്ച അറിവ് സങ്കല്പം മാത്രമാണ്, അതിന് ജീവനില്ല.
അപ്പോൾ അനുഭവത്തിൽ തുടരുന്ന അറിവിനാണ് ജീവനുള്ളത്. അതൊരിക്കലും കലഹിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മളിൽ വരാവുന്ന അസ്വസ്ഥതകളും തുടർന്ന് രോഗങ്ങളും ഒരിക്കലും അറിവുള്ളവൻ്റെ ഭാഗത്ത് വരത്തില്ല. അറിവുള്ളവന് രോഗം അവൻ്റെ കൂടപ്പുറപ്പാകത്തില്ല. കാരണം അറിയുന്നു, മാറ്റത്തെ സൂക്ഷ്മം അറിയുന്നു. അപ്പോൾ ക്രമേണ അറിവ് നമ്മളെ ഉണർത്തി അനുഭവത്തിൽ തെളിച്ച് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ഓരോ ദിവസം ചെല്ലുന്നതോറും ഈ തെളിച്ചം കൂടിക്കൂടി വരും. തെളിച്ചം ഒരിക്കലും പിന്നെ മങ്ങത്തില്ല. കാരണം തെളിച്ചം എന്നും തെളിച്ചമായിട്ട് നിൽക്കും. തെളിച്ചത്തിന് ഒരിക്കലും ക്ഷീണവും ഇല്ല. തെളിച്ചത്തിന് വിലപേശലിൻ്റെ ആവശ്യമില്ല. ഒരു വ്യക്തിയുടെ അറിവ് ഒരിക്കലും ആ വ്യക്തിക്ക് ദോഷമായിട്ട് വരത്തില്ല. എല്ലായിടത്തും എല്ലായ്പ്പോഴും അറിവ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ സംരക്ഷിക്കുകയും നിലനിർത്തുകയും തുടർന്ന് കൊണ്ടുപോവുകയും ചെയ്യുവാൻ ഇടയാക്കുന്നതാണ് അറിവ്. അപ്പം അറിവ് നമുക്ക് പാഠപുസ്തകത്തിൽ നിന്ന് വായിച്ച് പഠിക്കാവുന്നതല്ല. അറിവ് ജീവിതം കൊണ്ട് തെളിച്ച് കൊണ്ടുവരേണ്ടതാണ് അറിവ്. ജീവിതാനുഭവത്തിലൂടെ സ്ഥിരമായിട്ട് തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് അറിവ്. അല്ല ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ആർജിച്ചെടുക്കാവുന്ന ഒന്നൊന്നല്ല. സമരസപ്പെട്ടു പോകുമ്പോൾ സർവ്വമനുഷ്യരും ജീവജാലങ്ങളും പ്രകൃതിയും പ്രപഞ്ചത്തിൻ്റെ അനന്തതയുമായിട്ട് സമരസപ്പെട്ടു പോകുമ്പോൾ തെളിഞ്ഞു വരുന്നതാണ് അറിവ്. അറിവ് ഉള്ള വ്യക്തി എന്നും പ്രൊട്ടക്റ്റഡാണ്, സംരക്ഷിക്കപ്പെട്ട അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ശത്രുക്കൾ അവിടെ ഉണ്ടാകത്തില്ല. പ്രതികാര ഇച്ഛയോ പ്രതികാര താല്പര്യമോ നമ്മളുടെ ഭാഗമാകത്തില്ല. അതാണ് അറിവ്. അറിവ് ഒരിക്കലും ക്ഷീണമാകത്തില്ല. അറിവിന് ക്ഷീണമില്ല. അപ്പം അറിവിൻ്റെ ഭാഗത്തൊരു വ്യക്തിയുടെ ശ്രദ്ധ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അറിവ് നമ്മളെ സാവകാശം ഉണർത്തിക്കൊണ്ടിരിക്കും. അറിവ് നമ്മളെ നിരന്തരം ഉണർത്തും. അതാണ് അറിവിൻ്റെ പ്രത്യേകത. അതാണ് അറിവ് നമുക്ക് പിന്നെ ക്ഷീണം തരത്തില്ല. കാരണം എപ്പോഴും നമ്മൾ അറിവിൻ്റെ ഭാഗത്ത് ഇരിക്കുമ്പോൾ നിരന്തരം ജാഗ്രത പുലർത്താനും നമ്മൾക്ക് അറിവുമായിട്ട് ഒന്നിച്ച് നിൽക്കുവാനുള്ള താല്പര്യവും മെച്ചപ്പെടുത്തേ ഉള്ളൂ. ക്ഷീണം അകന്നുപോകും, ഉത്കണ്ഠ അകന്നുപോകും, ഭയം അകന്നുപോകും, ആശങ്ക അകന്നുപോകും. അങ്ങനെ നമുക്ക് വേണ്ടാത്തതുമായിട്ടുള്ള സർവ ബന്ധനങ്ങളും നമ്മളിൽ നിന്ന് സാവകാശം മാറാൻ തുടങ്ങും. അതാണ് അറിവിൻ്റെ പ്രത്യേകത. അതാണ് അറിവിന് മാത്രമാണ് ആ ഒരു കഴിവുള്ളത്. അല്ല മറ്റൊന്നിനും അങ്ങനെ സംഭവിക്കാനുള്ള അവസരങ്ങളില്ല. മറ്റൊന്നിനുമില്ല. പുസ്തകം വായിച്ച് കിട്ടുന്ന അറിവ് നമ്മൾക്ക് ഒരു കാരണവശാലും ജീവിതത്തിൻ്റെ സവിശേഷതയുമായിട്ട് പൊരുത്തപ്പെട്ട് നിൽക്കാനുള്ള അവസരങ്ങൾ തരത്തില്ല. അത് സങ്കല്പം മാത്രമേ തരത്തുള്ളൂ. ഏത് പുസ്തകം വായിച്ചാലും കിട്ടുന്ന സങ്കല്പം മാത്രമാണ്. നമ്മൾ പാരമ്പര്യമായിട്ടുള്ള എന്ത് അറിവുണ്ടെന്ന് പറഞ്ഞാലും അതെല്ലാം സങ്കല്പം മാത്രമാണ്. ഇപ്പോൾ ഈ നിമിഷത്തിൽ നിരന്തരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വ്യവസ്ഥ അനുഭവിക്കുന്നിടത്താണ് ശരിയായിട്ടുള്ള അറിവ്. അത് ആരുടെ ഔദാര്യമല്ല. അതൊരു പുസ്തകത്തിൽ നിന്നും വായിച്ച് പഠിച്ചെടുക്കാവുന്നതുമല്ല. അത് നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്ന നമ്മളിലുണ്ടാകുന്ന സൂക്ഷ്മ മാറ്റത്തെ കൃത്യമായിട്ട് അനുഭവിക്കുന്നിടത്ത് മാത്രം ഉണർന്നു വരുന്നതാണ്. അത് ഇന്നലെയോ നാളെയോ എന്ന് പറയുന്നൊരു വ്യവസ്ഥയിലോട്ട് നമ്മളെ കൊണ്ടുപോകത്തുമില്ല. ശരിയായിട്ടുള്ള അറിവ് നാളെ ഉണർത്തുന്നതല്ല, ഈ നിമിഷത്തെ ഉണർത്തുന്നതാണ് ശരിയായിട്ടുള്ള അറിവ്. ആ അറിവിൽ ഒരിക്കലും സംശയമില്ല, പ്രതിസന്ധിയില്ല. പ്രതിസന്ധി ഉണ്ടാകാത്തതാണ് അറിവ്. അറിവുള്ളവന് എങ്ങനെയാണ് പരിഭ്രമം? അറിവുള്ളവന് എങ്ങനെയാണ് ആശങ്ക? നമ്മൾ അറിവിനെ കൃത്യമായിട്ട് അറിയണം. അറിവ് എന്തെങ്കിലും പുസ്തകം വായിച്ച് നമ്മുടെ ചരിത്രം, നമ്മുടെ പൂർവീകർ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് കൊണ്ട് ഒരു അറിവുമല്ല, അതൊരു സങ്കല്പം മാത്രമാണ്. അനുനിമിഷം നിരന്തരം നമ്മളെ ഉണർത്തി പ്രവർത്തിപ്പിച്ച് തുടർന്ന് കൊണ്ടുപോകുന്നതാണ് അറിവ്. അസാധ്യമായിട്ടുള്ള ശേഷിയാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്. അസാധ്യമായിട്ടുള്ള ശേഷിയാണ്, ആർക്കും തകർക്കാൻ പറ്റാത്ത ഒരു നന്മയാണ് അറിവ്. അതുകൊണ്ട് അറിവ് വെച്ച് നമുക്കൊരിക്കലും യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല. അറിവുള്ളവന് സമാധാനം അവൻ്റെ അടിസ്ഥാനമാണ്. അറിവുള്ളവൻ്റെ ലക്ഷണം സമാധാനമാണ്. അതിൻ്റെ ആദ്യത്തെ
ലക്ഷണം സമാധാനമാണ്. സമാധാനം ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവന് അറിവില്ലെന്നുള്ളതാണ്. കാരണം അറിവൊരിക്കലും കലഹത്തിലോട്ട്, പ്രതിസന്ധിയിലോട്ട് അറിവ് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കത്തില്ല. അറിവിന് കൂട്ടുകാരെ അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം അറിവ് തന്നെയാണ് ആ വ്യക്തിയുടെ കൂട്ടുകാരൻ. അറിവ് തന്നെയാണ് ആ വ്യക്തിയുടെ പ്രാപ്തി. അറിവ് തന്നെയാണ് ആ വ്യക്തിയെ നയിക്കുന്നത്. അറിവ് തന്നെയാണ് ആ വ്യക്തിയെ നിലനിർത്തുന്നത്. അറിവിലുണ്ട് എന്തെല്ലാം വേണമോ അതെല്ലാം അറിവിലുണ്ട്. അതുകൊണ്ട് അറിവൊരിക്കലും ഒരു വ്യക്തിക്ക് പ്രതിസന്ധികൾ സൃഷ്ടിച്ച് കൊടുക്കത്തില്ല. അറിവുള്ളവന് സമാധാനമുണ്ട്, അറിവുള്ളവന് ആശ്വാസമുണ്ട്, അറിവുള്ളവന് വേണ്ടതെല്ലാം ഉണ്ടാകും. അത് എപ്പോഴും. കാരണം ആവഹിക്കാനുള്ള ശക്തി, അറിവുള്ളവന് ആവഹിക്കാനുള്ള ശക്തി വർദ്ധിച്ചു വരത്തേ ഉള്ളൂ. വിളക്ക് കത്തുന്നത് പോലെയാണ്, എണ്ണയെ ആവഹിച്ച് തിരിയിലോട്ട് കൊണ്ടുവരുന്ന പോലെയാണ് അറിവെന്ന് പറയുന്നത്. ആവഹിച്ച് കൊണ്ടുവരാനുള്ള പ്രാപ്തി സജീവമാക്കുന്നതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ തുടർച്ച തന്നെ. അപ്പം അറിവ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആന്തരിക പ്രവർത്തനത്തിൻ്റെ ഭാഗം വ്യക്തമായിട്ട് നമ്മുടെ അനുഭവത്തിൽ വരണം. അതുകൊണ്ടാണ് എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ. അത് ശ്വാസവും ഭക്ഷണവും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ കോൺസിക്വൻസാണ്. അതെല്ലാം ഇതിൻ്റെ കോൺസിക്വൻസാണ്. അറിവിൽ എത്തുമ്പോൾ നമുക്ക് നിത്യതയുമായിട്ടുള്ള ബന്ധമാണ് നമ്മുടെ ശ്രദ്ധയിൽ തന്നെ ഉണരുന്നത്. നിത്യതയുമായിട്ടുള്ള ബന്ധമാണ്. അറിവൊരിക്കലും വഴിയിൽ വെച്ച് നമ്മൾ ഇട്ടിട്ട് പോകത്തില്ല. അറിവ് കലഹിക്കത്തില്ല. അറിവൊരിക്കലും മാന്യതയില്ലാതെ പ്രവർത്തിക്കത്തില്ല. അപ്പം അറിവ് എന്ന് പറയുന്നത് നിത്യതയുടെ ഭാഗമായതുകൊണ്ട് ഈ നിമിഷത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് കൃത്യമായിട്ട് വിലയിരുത്താൻ സാധിക്കുന്നതാണ് അറിവിൻ്റെ ലക്ഷണം. ഇന്നലകളെ പരിപൂർണമായിട്ട് എടുത്തു കളയാൻ സാധിക്കുന്നതാണ്. അതാണ് അറിവിൻ്റെ ലക്ഷണം. അപ്പം നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്ന, നമ്മളായിട്ട് ആരംഭിച്ചിട്ടുള്ള ഒന്നുമില്ല. നമ്മളായിട്ട് ആരംഭിച്ചിട്ടുള്ളവർക്കാണ് സംശയങ്ങൾ. അവർ വിചാരിച്ചാൽ എന്തൊക്കെ നടക്കും, ചില വ്യക്തികളെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റുമെന്നൊക്കെ തോന്നുന്നത്. അവർ ചില കാര്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്, അതിൻ്റെ ക്ഷീണം അവരിലുണ്ടാകും. അവനവനായിട്ട് ആരംഭിച്ചിട്ടുള്ള ഏത് പ്രവൃത്തിയും നിർത്തിയേ പറ്റത്തുള്ളൂ. ഇതിനകത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മളായിട്ട് ആരംഭിച്ചിട്ടുള്ള യാതൊന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം. നമ്മൾ സസൂക്ഷ്മം പരിശോധിച്ചാൽ നമ്മളിൽ നമ്മളായിട്ട് ആരംഭിച്ചിട്ടുള്ള ഒന്നുമല്ല നമ്മളെ വളരെ സുഗമമായിട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ ആരംഭിച്ചിട്ടുള്ള പ്രവൃത്തികൾ തുടർന്ന് കൊണ്ടുപോകാനാണ് വാശി, വൈരാഗ്യം, വിദ്വേഷം, വെറുപ്പ്, കപടതകൾ, കുലിസിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം കൊണ്ടുപോകുന്നത് നമ്മൾ ആരംഭിച്ചിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗത്ത് മാത്രമാണ്. നമ്മളായിട്ടിരിക്കുന്ന ആന്തരിക പ്രവർത്തനത്തിൻ്റെ ഭാഗം തെളിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അനുഭവത്തിൽ മാത്രമേ അത് തെളിച്ചു കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. സത്യസന്ധത നമ്മളുടെ അടിസ്ഥാനമാകുകയും വേണം. അതുകൊണ്ട് തർക്കമോ വഴക്കോ ബഹളമോ ഒന്നുമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ പുസ്തകം വായിച്ചിട്ട് അറിവ് കിട്ടിയെന്ന് പറയുന്നത് നമുക്ക് പണിയെടുക്കാൻ കഴിയില്ലാത്തതിൻ്റെ മടിയുടെ ലക്ഷണമാണ്. ഏതോ പുസ്തകം വായിച്ച് കുറേ നേരം കുറേ ആൾക്കാരുടെ മറ്റുള്ളവരുടെ വിഡ്ഢിത്തരം കാരണം നമുക്ക് അവരെ തർക്കിച്ച് തോൽപ്പിക്കാം. മറ്റുള്ളവരുടെ വിഡ്ഢിത്തരം കാരണം നമ്മൾ അവരുടെ മുമ്പിൽ അജയനായിട്ട് നിൽക്കും. പക്ഷേ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാകത്തില്ല. മറ്റൊരുത്തൻ വിഡ്ഢിയായതുകൊണ്ട് നമ്മൾ പറയുന്നതൊക്കെ അവൻ തലകുലുക്കി കേൾക്കും. ഇത് മറ്റൊരുത്തൻ കേൾക്കുകയോ കേൾക്കാതിരിക്കുക എന്നുള്ളതല്ല. മറ്റൊരുത്തൻ പറഞ്ഞു തന്നിട്ടുണ്ടാകുന്ന അറിവല്ല നമ്മളുടേത്. അതല്ല അറിവ്. നമ്മളെ അനുഭവിക്കുന്നതിൻ്റെ തുടർച്ചയാണ് അറിവ്. ശരിയായിട്ടുള്ള അറിവ് പുസ്തകം വായിച്ച് കിട്ടുന്നതല്ല. അനുഭവത്തിൽ കൃത്യമായിട്ട് എത്തുമ്പോൾ അതിൻ്റെ തുടർച്ചയാണ് അറിവ്. അപ്പോൾ അറിവിൽ നിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഒരിക്കലും ഉണ്ടാകത്തില്ല. മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും, അങ്ങനൊരു ഭാഗം നമ്മളുടെ ജീവിതത്തിൽ ഇല്ല. കാരണം മറ്റുള്ളവർ വിചാരിക്കാൻ തക്കതായിട്ട് ഒന്നുമില്ല. കാരണം അവനും ഞാനും ഒന്ന് തന്നെയാണ്. അനുഭവത്തിൽ എല്ലാവരും ഇതേ അന്തരീക്ഷത്തിൽ നിന്ന് ശ്വാസമെടുക്കുകയും ഇതേ ഭൂമിയിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും ഒരേപോലെ പ്രവർത്തിച്ച് തുടരുകയും ചെയ്യുന്നതാണ് മനുഷ്യജന്മത്തിൻ്റെ സവിശേഷത. എല്ലാ ജീവജാലങ്ങളുടെയും പരസ്പരം സഹകരിക്കുന്നതാണ് അറിവിൻ്റെ ലക്ഷണം. തർക്കിക്കുന്ന അറിവിൻ്റെ ലക്ഷണമല്ല. ആരെയും പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. സഹകരിച്ചാൽ മാത്രം മതി. സഹകരിക്കുമ്പോൾ നമ്മളുടെ ആന്തരികമായിട്ടുള്ള വ്യവസ്ഥ ശ്രദ്ധയിൽ ഉണർന്നു വരും.
അവിടെ ഒരു കാരണവശാലും നമുക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകത്തില്ല. ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ അഹങ്കാരമാണ്. ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അഹങ്കാരമാണ്. ഇപ്പം ഒന്ന് കരഞ്ഞാൽ നമ്മുടെ അഹങ്കാരമാണ് അവിടെ അലുത്തു പോകുന്നത്. അല്ലാതെ വാറ്റിൻ്റെ മൈക്ക് റെഡിയായി. വാറ്റ് അപ്പം നിരന്തരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംവിധാനം അത് ഒരു കാരണവശാലും അതിന് യാതൊരു ക്ഷീണവും ഉണ്ടാകാൻ പറ്റത്തില്ല. അതാണ് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ സവിശേഷത. കാരണം നിരന്തരം പ്രവർത്തിക്കാൻ ഇത് ആര് വിചാരിച്ചാലും സ്റ്റാർട്ടാക്കാനോ ഓഫാക്കാനോ പറ്റുന്ന ഒന്നല്ല. ഒരിക്കലും സ്റ്റാർട്ടാക്കാനും ഓഫാക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ആരുമായിട്ടാണ് നമ്മളിതിൻ്റെ അതോറിറ്റി അന്വേഷിക്കേണ്ട ഭാഗം? ആരും ഇതിൻ്റെ അതോറിറ്റി അല്ല. എന്നുവെച്ചാൽ ഇതിൻ്റെ അതോറിറ്റി അവനവൻ്റെ അനുഭവം മാത്രമാണ്. ആര് വിചാരിച്ചാലും ഈ അതോറിറ്റി എടുത്തു കളയാൻ പറ്റത്തില്ല. കാരണം നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ആശങ്ക യാതൊരു കാരണവശാലും ആവശ്യമില്ല. മനസ്സിലായി? അപ്പം ഓരോ വ്യക്തിയും എന്തൊക്കെ ചെയ്തു തന്നെത്താൻ അവൻ ആരംഭിച്ചത് കൊണ്ട് അവന് അഹങ്കാരം ഉണ്ടാവും. ഈ അഹങ്കാരം കരഞ്ഞു തീർക്കാനേ പറ്റത്തുള്ളൂ. അല്ല വേറെ യാതൊരു മാർഗവുമില്ല. അഹങ്കാരം ഉണ്ടെങ്കിൽ കരച്ചിൽ വരും. ഈ കരച്ചിൽ തന്നെയാണ് വിഷമം. ഈ കരച്ചിലാണ് വിഷമം. അപ്പോൾ ഈ വിഷമം മറച്ചു വെച്ച് കരയാതെ വിഷമം മറച്ചു വെച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കിക്കഴിഞ്ഞാൽ വല്ലാത്ത ക്ഷീണമായിട്ട് മാറും. ഏതോ പുസ്തകം വായിച്ചിട്ട് പുസ്തകത്തിൽ അതുപോലെ നടക്കാൻ നോക്കിയാൽ ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. വേറെ ഒന്നും ഉണ്ടാകത്തില്ല. നമ്മൾ പുസ്തകം മാറ്റി വെച്ചിട്ട് നമ്മുടെ അനുഭവത്തിൽ തുടരാൻ നോക്കുമ്പോൾ സത്യസന്ധത ഉണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. താൽക്കാലികമായിട്ട് വെച്ച് കെട്ടിയ ഭാഗം കൊണ്ട് ഒരിക്കലും ജീവിതം മുന്നോട്ട് പോകത്തില്ല. പുസ്തകം വായിച്ചിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഭാഗം ഒരിക്കലും നടക്കത്തില്ല. പുസ്തകം മാറ്റി വെച്ചിട്ട് സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന ഭാഗം അനുഭവത്തിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ തെളിച്ചം തന്നെയായിട്ട് നിലനിൽക്കുകയും തുടരുകയും ചെയ്യുന്നത് കാണാം. അതിൽ യാതൊരു ക്ഷീണവും ഉണ്ടാകത്തില്ല. പിന്നെ ഒരു കാരണവശാലും ഉണ്ടാകത്തില്ല. അത് നിരന്തരം പ്രവർത്തിക്കുന്ന ഭാഗത്ത് പുസ്തകം വായിച്ചാൽ നമുക്ക് വിശ്വാസം ഉണ്ടാവും. വിശ്വാസം നടപ്പിലാക്കാൻ നമ്മൾ കുറേ നാൾ കിടന്ന് പാടുപെടണം. എത്ര കാലം പാടുപെട്ടാലും വിശ്വാസത്തിൻ്റെ ഭാഗത്ത് ഒരു നീക്കുപോക്കും ഉണ്ടാകത്തില്ല. പക്ഷേ വിശ്വാസം പറയണത് എന്താണ്? നിങ്ങൾ മരിച്ചതിന് ശേഷം സ്വർഗത്ത് പോകുമെന്നാണ്. അത് തന്നെയാണ് വിശ്വാസത്തിൻ്റെ തട്ടിപ്പ്. ജീവിച്ചിരിക്കുന്ന അവസ്ഥ കൃത്യമായിട്ട് അനുഭവിച്ച് തുടരുന്നതിന് പകരം മരിച്ചതിന് ശേഷം മരിച്ചതാണ്. ഒരു പുനർജന്മവുമില്ല. മരിച്ചു പോകും. അല്ല വേറെ ഒന്നുമില്ല. ജീവിക്കുന്ന അവസ്ഥ കൃത്യമായിട്ട് അനുഭവിക്കുന്നിടത്ത് സത്യസന്ധമായിട്ടുള്ള തെളിച്ചം ഉണർന്നു വരും. കഥപുസ്തകങ്ങൾ വെച്ച് ജീവിതം വിലയിരുത്തിയാൽ കഷ്ടകാലം അല്ലാതെ വേറെ ഒന്നുമില്ല. വേറെ യാതൊന്നുമില്ല. ജീവിതത്തിൻ്റെ തെളിച്ചം അനുഭവത്തിലൂടെ മാത്രമേ സാധ്യമാകത്തുള്ളൂ. അല്ലാണ്ട് വേറെ ഒരു വഴിയില്ല. യാതൊരു സാധ്യതയില്ല. അപ്പം നിരന്തരമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന ഭാഗം നിരന്തരം പ്രവർത്തിച്ചാൽ മാത്രമേ ജീവിതത്തിൻ്റെ സാധ്യതയുള്ളൂ. അപ്പം മടിയന്മാർക്കും ഉഴപ്പന്മാർക്കും ഉള്ളതല്ല. അത്ര നിയാസിനെ കാണുമ്പോഴൊക്കെ മടികൾ. ഇപ്പം നിരന്തരം പ്രവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കും? എക്സ്പാൻഷൻ എന്ന് പറയുന്നത് സൂര്യനാണ്, കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. രാത്രിയും പകലും എന്ന് പറയുന്നത് ഈ രാത്രിയും പകലും എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഉണരുമ്പോൾ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ സൂര്യൻ, കോൺട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഭൂമി. ഇത് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ തെളിച്ചം ഉണ്ടായി. ഒരു വ്യക്തിയുടെ തെളിച്ചം എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. ഇതിനപ്പുറത്തോട്ട് വേറെ യാതൊന്നുമില്ല. ആ തെളിച്ചത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആശ്വാസം. ഈ തെളിച്ചത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആശ്വാസം. ഇത് തന്നെയാണ് നമ്മളുടെ
ജീവിതത്തിൻ്റെ ഭാഗത്ത് കൊണ്ടുവരേണ്ടത്. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ പുസ്തകം വായിക്കുന്നത്. ആരാണ് പുസ്തകം വായിക്കുന്നത്? ശരീരമാണ് പുസ്തകം എടുക്കുന്നത്, ഒരിക്കലും വ്യക്തിയല്ല പുസ്തകം എടുക്കുന്നത്. ഏതൊരു വ്യക്തിയാണോ തെളിഞ്ഞു വരാത്തത്, തെളിയാത്തതുകൊണ്ട് ശരീരമാണ് പുസ്തകത്തെ ആശ്രയിക്കുന്നത്. ശരീരം മാത്രമേ പുസ്തകം എടുക്കത്തുള്ളൂ. വ്യക്തി ഉണർന്നിട്ടുണ്ടെങ്കിൽ പുസ്തകം എടുക്കത്തില്ല. അപ്പോൾ പുസ്തകം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ നിയന്ത്രണത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പുസ്തകം എടുക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം, കാരണം ഈ പുസ്തകം എടുക്കുന്നത് എന്തിനാണ്? ഈ പുസ്തകം ഉപേക്ഷിക്കാനാണ് ഈ പുസ്തകം എടുക്കുന്നത് തന്നെ. ആ ബോധത്തോടുകൂടി പുസ്തകം എടുക്കണം. ഈ പുസ്തകത്തെ, എടുത്ത പുസ്തകത്തെ ഉപേക്ഷിക്കാനാണ് പുസ്തകം എടുക്കുന്നത്. അത് പുസ്തകത്തെ നിലനിർത്താനല്ല. നിലനിൽക്കുന്ന എന്നെ കണ്ടെത്താനാണ് പുസ്തകം എടുക്കുന്നത്. അപ്പം നിലനിൽക്കുന്ന എന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ പുസ്തകം കളയാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ സത്യസന്ധമായിട്ടാണ് ഗ്രന്ഥം എടുക്കുന്നതെങ്കിൽ, ശരീരത്തിൻ്റെ സത്യസന്ധതയിലാണ് ഗ്രന്ഥം എടുക്കുന്നതെങ്കിൽ ആള് തെളിഞ്ഞു വരുമ്പോൾ ഗ്രന്ഥം കളഞ്ഞിരിക്കും. അങ്ങനെ ഗ്രന്ഥം കളയുന്നില്ലെങ്കിൽ സത്യസന്ധതയില്ല. അതുകൊണ്ടാണ് ലോകത്ത് സമാധാനമില്ലാത്തത്. ഈ വിശ്വാസ പ്രമാണം കൊണ്ട് നടക്കുന്ന വ്യക്തികളിൽ വിശ്വാസ പ്രമാണം ചുമന്നുകൊണ്ട് നടക്കുന്നെന്നുള്ളതല്ലാതെ യാതൊരു കാര്യമില്ല. അതെ, ബിസിനസ് ചെയ്യുന്നുണ്ട്. എന്തിനാണ്? നശിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത്. എന്ത് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഗ്രന്ഥമാണ്, അതും ഒരു പുസ്തകമാണ്. തൊഴിലുണ്ടെങ്കിൽ അതും പുസ്തകമാണ്. എന്ത് പ്രവൃത്തി ചെയ്യുന്നുണ്ടോ ഇതെല്ലാം ഗ്രന്ഥമാണ്. ഇതെല്ലാം നമ്മളെ തെളിച്ചു കൊണ്ടുവരാനുള്ളതാണ്. അപ്പം ചെയ്യുന്ന തൊഴിൽ ആത്മാർത്ഥതയില്ലെങ്കിൽ ഈ വ്യക്തി തൊഴിൽ ചെയ്ത് തന്നെ നശിച്ചു. ഒരിക്കലും തൊഴിൽ കൊണ്ട് നന്നായിട്ട് വരത്തില്ല. അമ്മ കുഞ്ഞിന് പാല് കൊടുക്കുന്ന പോലെ ആയിരിക്കണം ചെയ്യുന്ന പ്രവൃത്തി. അമ്മ കുഞ്ഞിന് പാല് കൊടുക്കുന്ന പോലെ ആയിരിക്കണം. ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ, അയാളുടെ അടുത്ത് വരുന്ന ആൾക്ക് അമ്മ കുഞ്ഞിന് പാല് കൊടുക്കുന്ന പോലെ ചെയ്യണം. എന്നാൽ മാത്രമേ ആ ബിസിനസ് കൊണ്ട് ഈ വ്യക്തി രക്ഷപ്പെടത്തുള്ളൂ. മനസ്സിലായി? അല്ലെങ്കിൽ ഈ വ്യക്തി രക്ഷപ്പെടത്തില്ല. ഒരിക്കലും രക്ഷപ്പെടത്തില്ല. ബിസിനസ് ചെയ്യുന്നത് സമ്പാദിക്കാനാണെങ്കിൽ, അമ്മ കുഞ്ഞിന് പാല് കൊടുക്കുന്നത് കുട്ടിയിൽ നിന്ന് എന്തെങ്കിലും തിരിച്ചു കിട്ടാനാണെങ്കിൽ അത് അവിടെ തന്നെ തുടങ്ങി നാശം. അവിടെ തന്നെ ആ നിമിഷത്തിൽ തന്നെ നാശം തുടങ്ങി. ഒരു സംശയം വേണ്ട. അമ്മ കുഞ്ഞിന് പാല് കൊടുക്കുന്ന കുട്ടിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനാണെങ്കിൽ നാശത്തിൻ്റെ ആരംഭം അവിടെ തൊട്ട് തുടങ്ങി. പല മാതാപിതാക്കളും പറയാറുണ്ട്, നിന്നെയൊക്കെ ഞാൻ വളർത്തിയിട്ട് എനിക്കൊരു ഗുണവുമില്ല. അതെ, ഗുണത്തിന് വേണ്ടിയിട്ട് വളർത്തിയാൽ വളർത്തു ദോഷമാണത്. എന്നുവെച്ചാൽ ഗുണത്തിന് വേണ്ടിയിട്ടല്ല വളർത്തേണ്ടത്. എന്നുവെച്ചാൽ വളരുന്നത് കൊണ്ട് വളർത്തുന്നതാണ്. അവർ വളരുന്ന ഭാഗം ഞാൻ എന്നെ അനുഭവിക്കുന്ന പോലെ അവർക്ക് അവരെ അനുഭവിക്കാനുള്ള അവസരമാണ്. അതിനകത്ത് വേറെ ഒന്നുമില്ല. അപ്പൊ നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്ന ഭാഗത്ത് ഫലം ഇച്ഛിക്കുന്നത് എന്തിനാണ്? ഒരു ഫലം ഇച്ഛിക്കേണ്ട ആവശ്യമില്ല. കാരണം നിരന്തരം പ്രവർത്തിക്കും. അപ്പോൾ അമ്മ കുഞ്ഞിന് പാല് കൊടുക്കുന്ന പോലെയാണ് നമ്മൾ സഹകരിക്കുന്നത്. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അയാളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ സംസാരിക്കണം. എന്തെങ്കിലും കൊടുക്കുമ്പോൾ തിരിച്ചൊന്നും കിട്ടരുതെന്നും പറഞ്ഞ് കൊടുക്കണം. കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കരുത്. എന്ത് ചെയ്യുമ്പോഴും തിരിച്ച് പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ടാണ് കൊടുക്കുന്നതെങ്കിൽ കഷ്ടപ്പാട് തുടങ്ങി. കാരണം കൊടുത്ത നിമിഷം തൊട്ട് നമുക്ക് കഷ്ടപ്പാട് തുടങ്ങി. കാരണം എപ്പോൾ കിട്ടും. കൊടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഒന്നും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ ജീവിതം കൊടുത്ത നിമിഷം തൊട്ട് ഫലം ഇച്ഛിക്കാൻ തുടങ്ങി. പിന്നെ നമ്മുടെ ശ്രദ്ധ മുഴുവനും എപ്പോൾ കിട്ടും. അതുകൊണ്ട് എന്ത് സംഭവിക്കും? റോഡിൽ നടന്നു പോകുമ്പോഴത്തേക്കും കുഴിയിൽ വീഴും, കാല് തട്ടി വീഴും. വെക്കേണ്ട സാധനം വെക്കേണ്ടടുത്ത് വെക്കത്തില്ല. കാരണം എനിക്ക് എപ്പോൾ കിട്ടും. ഇതാണ് എൻ്റെ ശ്രദ്ധ. എനിക്കിപ്പോൾ കിട്ടും. അതുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഒരു കാരണവശാലും
സജീവത ഉണ്ടാകത്തില്ല, ശ്രദ്ധ ഉണ്ടാകത്തില്ല. അതങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് ഒന്നും പ്രതീക്ഷയോടുകൂടി ചെയ്യാതിരിക്കുക. ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക. ചെയ്യുന്ന പ്രവൃത്തി പരിപൂർണ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക. യാതൊരു കാരണവശാലും ഒരു ക്ഷീണം ഉണ്ടാകത്തില്ല. ക്ഷീണം വരുന്നത് എന്തുകൊണ്ടാണ്? ഫലം ഇച്ഛിക്കുന്നതുകൊണ്ടാണ്. 10 രൂപ കൊടുത്ത് എപ്പോൾ കിട്ടും? നീ ഉറപ്പിക്കണേ, തരണേ, എനിക്ക് കൃത്യമായിട്ട് തരണേ, എനിക്ക് അത്യാവശ്യമാണ്, മകളുടെ കല്യാണമാണ്, എനിക്ക് തിരുവനന്തപുരത്ത് പോകേണ്ടതാണ്, അതിനു വേണ്ടിയിട്ട് മാറ്റിവെച്ചിരുന്ന കാശാണ്, തരണേ, സംശയമാണ്, തിരുവനന്തപുരത്ത് പോകാൻ പറ്റുമോ, പറ്റിക്കല്ലേ? ആകെ പ്രശ്നം. ആരാ ഉണ്ടാക്കുന്നത്? നമ്മൾ തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം അനായാസം തുടരുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് വേറൊരു പ്രവൃത്തി, മറ്റൊരു സംവിധാനത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് മറ്റൊരു പ്രവൃത്തിയെ ആരംഭിച്ച് നിലനിർത്താൻ ശ്രമിക്കുന്നതാണ് നമ്മുടെ നിരാശയ്ക്കും ദുഃഖത്തിനും ദുരന്തത്തിനും കാരണം. നമ്മൾ വിചാരിക്കുന്ന പോലെ യാതൊരു കാര്യവും ഇവിടെ നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഈ ബോധ്യം നമുക്ക് നല്ല വിധത്തിൽ വേണം. നമുക്ക് എങ്ങനെയൊക്കെ തലകുത്തി പറഞ്ഞാലും നമ്മൾക്കിവിടെ പുതിയതായിട്ടൊന്നും സൃഷ്ടിക്കാൻ പറ്റത്തില്ല. പുതിയത് എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ കഷ്ടകാലം അവിടെ തുടങ്ങി. കാരണം ഈ പുതുമ തീരുന്നത് വരെ നമുക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. പുതുമ തീർന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പുതിയത് വരാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കും. അങ്ങനെ അടുത്ത പുതിയത് വരുമ്പോഴാണ് നമുക്ക് അടുത്ത പ്രശ്നമായിട്ട് വരുന്നത്. ഈ പുതിയതെന്ന് പറയുന്ന സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് മദ്യപാനവും ലഹരിയും അടിയും വഴക്കും എല്ലാം ഉണ്ടാകുന്നത്. പുതിയ അവസ്ഥ അനുഭവിക്കാൻ പറ്റാത്തത് കൊണ്ട് അസ്വസ്ഥതയിലോട്ട് നമ്മൾ മാറുന്നു. പുതിയ അവസ്ഥയ്ക്ക് പകരം നിത്യതയുടെ ഭാഗം പരിശോധിച്ച് നോക്കിക്കേ. പുതിയ അവസ്ഥയല്ല. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ പുതിയതെന്ന് പറയുന്നൊരു ഭാഗമില്ല. നിത്യത മാത്രമേ ഉള്ളൂ, നൈരന്തര്യതയാണുള്ളത്. അവിടെ പുതിയത് ഒരിക്കലും ഉണ്ടാകത്തില്ല. അപ്പോൾ പുതിയതിനെ അന്വേഷിക്കുന്നവർ തീർച്ചയായിട്ടും അപകടത്തിലോട്ടാണ് പോകുന്നത്. നമ്മൾക്ക് പ്രതീക്ഷ ഉണ്ടാകി പുതിയത് ഇപ്പം കിട്ടും, ഇപ്പം വരും, പുതിയതായിട്ട് എന്തെങ്കിലും സംഭവിക്കും. ഇതാണ് അത്ഭുതങ്ങൾ. അവിടെ ഞാൻ കണ്ടു ഒരു ആള് ചിറക് വെച്ച് പറന്നു പോകുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാനാ? നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഒന്നുമില്ല. ചിറക് വെച്ച് പറന്നു പോയ ആൾ പറന്നു പോയിക്കോട്ടെ, നമുക്കൊരു കാര്യമില്ല. ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ വന്ന് നമ്മളോട് പറയുമ്പോൾ നമ്മൾ അന്തം വിട്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ പ്രശ്നം. കാരണം അങ്ങനെ ഒരു അത്ഭുതം ഒരിക്കലും ഇല്ല എന്നുള്ള ഭാഗം കൃത്യമായിട്ട് തിരിച്ചറിയണം. ഒരത്ഭുതവും ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കാനില്ല. സംഭവിക്കുന്ന എല്ലാത്തിനും വ്യക്തതയുണ്ട്. വസ്തുതപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. കൃത്യമായിട്ടുള്ള കാര്യങ്ങളെ സംഭവിക്കുന്നുള്ളൂ. അതിൻ്റെ പിന്നിൽ കൃത്യമായിട്ട് സംഭവിക്കാനുള്ള കാരണങ്ങളുമുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. അതുകൊണ്ട് നമുക്ക് അത്ഭുതങ്ങളൊന്നുമില്ല. എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള അത്ഭുതങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടാകുന്നത്? നമ്മൾ നമ്മുടെ കൂടെ ഇരിക്കാത്തത് കൊണ്ട് മാത്രമാണ്. നമ്മളുടെ ഒപ്പം ഇരിക്കാത്തത് കൊണ്ട് മാത്രമാണ്. നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ ചില നിറങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കത് മറ്റെന്തൊക്കെയാണെന്ന് തോന്നും. ചില ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ മറ്റെന്തൊക്കെ സംഭവിക്കാൻ പോകണമെന്ന് തോന്നും. ആ ശബ്ദം മാത്രമാണ് കേട്ടത്, പക്ഷെ വേറെ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു, എന്തോ അനർത്ഥം സംഭവിക്കാൻ പോകുന്നു. അതായത് വ്യക്തി ഓൾറെഡി ഒരു അനർത്ഥമായിരിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ്. അത് നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ അമ്മ കുഞ്ഞിന് പാല് കൊടുക്കുന്ന പോലെ കൊടുക്കാവുള്ളൂ. അമ്മ എങ്ങനെയാണ് കുഞ്ഞിന് പാല് കൊടുക്കുന്നത്? കുട്ടിയിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണോ? അല്ല. കുട്ടിയിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെയാണ് അമ്മ കുഞ്ഞിന് പാല് കൊടുക്കുന്നത്. അതുപോലെ ആയിരിക്കണം നമ്മൾ പരസ്പരമുള്ള ബന്ധം. അമ്മ കുഞ്ഞിന് പാല് കൊടുക്കുന്നത് പോലെ തന്നെ ആയിരിക്കണം. അങ്ങനെ പാല് കൊടുക്കുന്ന പോലെ നമ്മൾ പരസ്പരം സഹകരിച്ചാൽ, നമ്മളൊരാളൊരു കാര്യം പറയുമ്പോൾ മറ്റാൾ ഇനി എന്താ പറയാൻ പോകുന്നത്, മറ്റാൾക്കൊന്നും പറയാനില്ല. അയാൾ പറയുന്നത് ഞാൻ പറഞ്ഞതുകൊണ്ടല്ല, അയാൾക്ക് പറയാൻ മറ്റെന്തോ ഉള്ളത് കൊണ്ടാണ്. അങ്ങനെയായിരിക്കണം. അത്രയേ ഉള്ളൂ. അടി ഞാൻ പറഞ്ഞിട്ടാ ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താ, ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ?
അങ്ങനെയാണെങ്കിൽ പോയില്ലേ? ഞാൻ പറഞ്ഞത് എനിക്ക് തന്നെ സംശയമാണ്. ഇനി 10 പേര് കൂടി വട്ടം വളഞ്ഞിരുന്ന് ആലോചിച്ച് ഇതിനകത്ത് ശരിയും തെറ്റും കണ്ടെത്താനാണ് ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അപകടമാണ്. തീർച്ചയായിട്ടും അപകടമാണ്. കാരണം ശരിയും തെറ്റും നമ്മൾ പരസ്പരം ഇരുന്ന് ഒത്തൊരുമിച്ചിരുന്ന് കണ്ടെത്തുന്നതല്ല. കാരണം ശരിയായിട്ടാണ് നമ്മളുടെ ഹൃദയം പ്രവർത്തിച്ച് തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. അത് നിത്യമായിട്ട് നിരന്തരമായിട്ട് അങ്ങനെ തന്നെയാണ്. അതിനകത്ത് യാതൊരു കാരണവശാലും യാതൊരു സംശയവുമില്ലാതെ പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. അതുകൊണ്ട് ആശങ്കയുടെ യാതൊരു പൊടി പോലും ഇല്ല നമ്മളിൽ കണ്ടെത്താൻ. അത്ര പെർഫെക്റ്റാണ്, അത്ര പ്യുവറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ജന്മത്തിൻ്റെ പ്രത്യേകത. അതാണ് നിരന്തരം പ്രവർത്തിക്കുന്നതാണ്, നിരന്തരം പ്രവർത്തിക്കുന്നതാണ്. അതിന് യാതൊരു ക്ഷീണവുമില്ല, യാതൊരു ക്ഷീണവുമില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി എന്തുകൊണ്ട് നമുക്ക് ക്ഷീണം ഉണ്ടാകുന്നു, നമ്മുടെ പ്രവൃത്തി എന്തുകൊണ്ട് തുടരാൻ പറ്റുന്നില്ല. ഫലം പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ്. ചെയ്യുന്ന പ്രവൃത്തി തുടരാൻ പറ്റാത്തത് ഫലം പ്രതീക്ഷിക്കുന്നു. ഫലം കിട്ടി, അങ്ങനെ പല ഫലങ്ങൾ കിട്ടി. എന്തു സംഭവിച്ചു? പല ഫലങ്ങൾ കിട്ടി. ഈ ഫലമെല്ലാം കാത്തു സൂക്ഷിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്വമായിട്ട് മാറി. നമുക്ക് കിട്ടിയ ഫലം നമ്മൾ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമായിട്ട് മാറി. അതോടുകൂടി നമുക്ക് ക്ഷീണം കൂടി. നമുക്കൊരു ഫലവുമില്ലെങ്കിൽ പ്രകൃതി പ്രപഞ്ചം നമ്മളെ ചലിപ്പിക്കുന്നതിൻ്റെ തുടർച്ചയിലായിരിക്കും നമ്മളെന്നും. എന്നും തുടർച്ചയിലായിരിക്കും. ഒരു കാരണവശാലും നമുക്ക് ക്ഷീണം ഉണ്ടാകത്തില്ല. ക്ഷീണം ഉണ്ടാകത്തില്ല. നമ്മൾക്കൊന്ന് കരയുമ്പോൾ, ഒരാൾ കരയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക അയാളുടെ അഹങ്കാരത്തിനാണ് അയാൾ കരയുന്നത്. അയാളുടെ അഹങ്കാരം ശമിക്കുന്നതാണ് കരച്ചിൽ. കൂടെ കരയാൻ തോന്നുന്നുണ്ടോ? നമ്മളുടെ അഹങ്കാരത്തിന് ശമനം ഉണ്ടാകും. അല്ല വേറെ ഒന്നുമല്ല. കരയുമ്പോൾ, ഒരാൾ പൊട്ടിക്കരയുമ്പോൾ അയാളുടെ അഹങ്കാരം ശമിച്ചു. വീണ്ടും 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 കരയുന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും അയാൾ അഹങ്കാരം ഉണ്ടാക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല. ഇടയ്ക്ക് കൂടെ കരയുന്നുണ്ടെങ്കിൽ അഹങ്കാരം വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നുണ്ട്, വൃത്തികേടാകുന്നുണ്ട്, ക്ഷീണം വന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് വേറൊന്നും കൊണ്ടല്ല പൊട്ടിക്കരയുന്നത്. കരച്ചിൽ നല്ലതാണ്. പക്ഷെ കൂടെ കരഞ്ഞാൽ അതിൻ്റെ അർത്ഥം വൃത്തികേട് തുടരെ കൊണ്ടുവരുന്നുണ്ട്. ഒരു പ്രാവശ്യം കരഞ്ഞ്, 2 പ്രാവശ്യം കരഞ്ഞ്, 3 പ്രാവശ്യം കരഞ്ഞ്, ഓക്കെ. പക്ഷെ റെഗുലറായിട്ട് കരച്ചിലാണെങ്കിൽ വല്ലാത്ത പ്രശ്നമാണ്. കാരണം വീണ്ടും വീണ്ടും നമ്മൾ വേണ്ടാത്ത കാര്യത്തിൽ ദേഷ്യപ്പെടുന്നുണ്ട്, അഹങ്കാരമാണ്. വാശിയുണ്ട്, അഹങ്കാരമാണ്. നുണ പറയുന്നുണ്ട്, അഹങ്കാരമാണ്. അപ്പം അഹങ്കാരം എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഞാൻ ഇങ്ങനെയായി ഞാൻ ഇരിക്കത്തുള്ളൂ എന്ന് തീരുമാനമെടുക്കുന്നിടത്താണ് അഹങ്കാരമാകുന്നത്. അത് കരച്ചിൽ നമുക്ക് ദേഷ്യപ്പെട്ട് കഴിയുമ്പോഴും നമുക്ക് അഹങ്കാരത്തിൽ നിന്ന് റിലീഫാണ് കിട്ടുന്നത്. പക്ഷെ ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ മറ്റുള്ളവരിൽ നിന്നുള്ള പ്രതികരണം, കരഞ്ഞു കഴിയുമ്പോഴും മറ്റുള്ളവരുടെ നിന്ന് സഹാനുഭൂതി, സഹതാപം, ഇതൊക്കെ അപകടമാണ്. നമ്മൾ കരഞ്ഞു കഴിയുമ്പോൾ മറ്റുള്ളവർക്കും സഹതാപം നമ്മളോടുണ്ടാവും. അത് വൻനാശമാണ്. ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരും ദേഷ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതും വൻനാശമാണ്. അതുകൊണ്ട് നമുക്ക് സഹതാപം പിടിച്ചു പറ്റുന്ന കരച്ചിലും ദേഷ്യപ്പെട്ട് മറ്റുള്ളവരുടെ ദേഷ്യത്തിന് ഇടയാക്കുന്ന സാഹചര്യവും ഒന്നുമല്ലാതെ നിരന്തരം നൈരന്തര്യതയ്ക്ക് സ്ഥാനം കൊടുക്കുക. അപ്രസക്തമായിട്ടുള്ള ദേഷ്യമോ സങ്കടമോ വാശിയോ വൈരാഗ്യമോ വിദ്വേഷമോ വെറുപ്പോ ഒന്നും നമ്മളുടെ മസാലക്കൂട്ടത്തിൽ വരാതെ കൊണ്ടു നടക്കാൻ സാധിച്ചാൽ അതാണ് വൃത്തിയായിട്ടുള്ള ജീവിതം. അതാണ് ജീവിതം. അപ്പോഴാണ് നമ്മൾ അപ്പോഴാണ് ശരിക്കും ജീവിതം മംഗളം നേരുന്നു ഞാൻ. അപ്പോഴാണ് ശരിക്കും മംഗളം നേരുന്നു ഞാൻ കൃത്യമായിട്ട് കാണാം. വളരെ ശാന്തസുന്ദരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിരന്തരം. ഇത് വല്ലപ്പോഴും കൂടി നടക്കുന്ന കാര്യമല്ല, ഇത് നിരന്തരം സംഭവിക്കുന്ന കാര്യമാണ്. ഏത്? മംഗളം നേരുന്നു ഞാൻ. ഈ അനുഭവത്തിന് ഞാൻ മംഗളം. കാരണം അതങ്ങനെയാണ്. കാരണം നമ്മളവിടെ അതിനെ കാത്തു സൂക്ഷിച്ച് കൊണ്ടുപോകണം. നമ്മുടെ പ്രവർത്തനത്തിൻ്റെ തുടർച്ചയെ നമ്മൾ പരിശോധിച്ച് നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്ത് വളരെ ഭവ്യതയോടുകൂടി
വളരെ ബഹുമാനത്തോടു കൂടി നമ്മളിൽ കാണുന്ന സവിശേഷത നിലനിർത്താനുള്ള ഉത്തരവാദിത്വം അപ്പോഴാണ് വരുന്നത്. അപ്പോഴും ഉത്തരവാദിത്വത്തിന് ഒരു അന്തസ്സുണ്ട്. ഉത്തരവാദിത്വത്തിൽ ക്ഷീണമില്ല, ഇല്ല, ഉണ്ടാകത്തില്ല. ഉത്തരവാദിത്വത്തിൽ ക്ഷീണം ഒരിക്കലും ഉണ്ടാകത്തില്ല. അതങ്ങനെയാണ്. ഇപ്പോഴ് ഒരാൾ സംസാരിക്കുമ്പോൾ അടുത്ത മറ്റൊരാൾക്ക് സഹകരിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? അഹങ്കാരമുള്ളത് കൊണ്ട് മാത്രമാണ്. നമുക്ക് മറ്റൊരാൾ സംസാരിക്കുമ്പോൾ അയാളുടെ കൊടുത്ത് ശരിയാണ്, അയാൾ പറയുന്നത് എല്ലാം ശരിയാണ്, അയാളുടെ ഒപ്പം ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാണ്, അയാൾ എതിർത്ത് കഴിഞ്ഞാൽ തെറ്റാണ്. അപ്പോൾ ഒപ്പം ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാം ശരിയാണ്. എല്ലാത്തിൻ്റെ ഒപ്പം ഇരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. സർവ മനുഷ്യരുമായിട്ട്, ജീവജാലങ്ങളുമായിട്ട്, പ്രകൃതിയുമായിട്ട്, പ്രപഞ്ചവുമായിട്ട് ഒത്തുചേർന്നിരിക്കുന്നതാണ് നമ്മുടെ ജീവിതം, അല്ലാണ്ട് മറ്റൊന്നല്ല. ജീവിതം എന്ന് പറയുന്നത് സഹകരണമാണ്, നിരന്തരമാണ്. ഇതിനെ ആരംഭിച്ചിട്ടുള്ള ഒരു പോയിന്റും ഇല്ല. എവിടെയാണ് ആരംഭിച്ചത്? കണ്ടെത്താനില്ല. പിന്നെ എന്തിനാകാം ഇതിൻ്റെ ആരംഭം കണ്ടെത്തണം? എന്തിനാണ് ഈശ്വരനെ അന്വേഷിക്കുന്നത്? ഈശ്വരനെ അന്വേഷിക്കുന്നത് ആരാണ്? ഈശ്വരനെ അന്വേഷിക്കുന്നത് കപടതയുള്ളവരാ. അതെ, കപടതയുള്ളവരാണ് ഈശ്വരനെ അന്വേഷിക്കുന്നത്. കാരണം ഈശ്വരൻ എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ കുഴപ്പത്തിന് പരിഹാരത്തിനാണ് ഈശ്വരനെ അന്വേഷിക്കുന്നത്. കാരണം ഇത് ഇപ്രകാരം സൃഷ്ടിച്ച ഒരാളുണ്ടെന്നുള്ള ഭാഗത്താണ്. എന്തിനാണ് ഇയാൾ അന്വേഷിക്കുന്നത്? റിപ്പയർ ചെയ്യാനാണ് ഈശ്വരനെ അന്വേഷിക്കുന്നത്. കണ്ടുകിട്ടിയോ കണ്ടുകിട്ടിയില്ല, നിർത്താൻ തയ്യാറാണോ അല്ല താനും. കാരണം എന്താണ്? മറ്റാരുടെ അടുത്ത് ചെന്നിട്ട് ഇത് റിപ്പയറിങ് നടക്കുന്നില്ല, റീപെയറിങ് നടക്കുന്നില്ല. ഇത് വീണ്ടും കൂട്ടിയോജിപ്പിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇവിടെ ആരുമില്ല. അതേ, ഇല്ല, എങ്ങുമില്ല. മരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതെ, പിന്നെ അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ തന്നെ കഥയുണ്ടാക്കും. എന്ത് കാരണം? എൻ്റെ അഹങ്കാരം കാരണം. ഇത് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ എന്ന്. എന്തുകൊണ്ടാണ് ഈ കഥ ഉണ്ടാക്കുന്നത്? കാരണം എൻ്റെ അഹങ്കാരം മാറ്റിവെക്കാൻ എനിക്ക് സൗകര്യമില്ല. കാരണം അത്രയും ആൾക്കാരുമായിട്ട് ചണ്ട കൂടിയിട്ടുണ്ടേ, ഒരുപാട് ആൾക്കാരെ ശത്രുവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ അഹങ്കാരം മാറ്റി വെച്ചിട്ടുള്ള ആ കളി. കാരണം അവൻ നാളെ എന്നെ കൊഞ്ഞണം കുത്തും. അതെ, എൻ്റെ അഹങ്കാരം ഞാൻ താഴത്തിറക്കി വെക്കുമ്പോൾ മറ്റുള്ളവരെൻ്റെ തലയെ കയറി നിരങ്ങും. കാരണം ഞാൻ പലവരുടെ തലയെ കയറി നിരങ്ങിയിട്ടുണ്ടേ, ഞാൻ ഒരുപാട് പേരുടെ തലയെ കയറി നിരങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പത്തി മടക്കിയാൽ പലവരും പത്തി വെക്കും. അതുകൊണ്ട് ഭയം കാരണം ഞാൻ നശിച്ചാലും കുഴപ്പമില്ല, മറ്റുള്ളവരാരും എന്നെ നശിപ്പിക്കേണ്ട, ഞാൻ തന്നെത്താൻ എന്നെ നശിപ്പിച്ചോളാം. അതാണ് എൻ്റെ ദുരഭിമാനം. ഇവിടെയാണ് എൻ്റെ ദുരഭിമാനം. ഞാൻ തന്നെത്താൻ എന്നെ നശിപ്പിച്ചോളാം, മറ്റുള്ളവരാരും എന്നെ നശിപ്പിക്കണ്ട. ഞാൻ എന്നെ നശിപ്പിക്കുന്നതിൽ ഞാൻ പരിപൂർണ സ്വാതന്ത്ര്യം എടുത്തോളാം. എൻ്റെ മാത്രം കൈകൊണ്ട് ഞാൻ സാവകാശം ഇഞ്ചിഞ്ചായിട്ട് ഞാൻ നരകിച്ച് മരിച്ചോളാം എന്നുള്ള തീരുമാനമാണ്. കൊള്ളാം, നല്ല കാര്യം. അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ പേരിൽ മറ്റുള്ളവരുടെ തലയിൽ കയറണം എന്തിനാണ്? ഞാൻ തന്നെത്താൻ നശിച്ചാൽ പോരെ, മറ്റുള്ളവരെ കൂടി ഉപദ്രവിക്കാൻ പറഞ്ഞ എന്തിനാണ്? ഞാൻ നശിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൂട്ടത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെന്ന് പറയുന്നവർക്കിട്ട് 12 കൊടുത്തിട്ടേ പോകത്തുള്ളൂ. ആ കാര്യം ഉറപ്പിക്കും. അതെ, എൻ്റെ പ്രിയപ്പെട്ടവർക്കിട്ട പണി 8 നല്ല വിധത്തിൽ കൊടുക്കുന്നത് അവരെ കിട്ടത്തുള്ളൂ. മനസ്സിലായ? സ്വയം നശിപ്പിക്കുന്നവർ പ്രിയപ്പെട്ടവരെ കൂടി നശിപ്പിക്കുന്ന കാര്യത്തിൽ, അവരെ നശിപ്പിക്കുന്ന കാര്യത്തിൽ യാതൊരു കാരണവശാലും അവിടെ ഉത്സാഹക്കുറവ് വരരുതും എന്ന് നമ്മൾ ഉറപ്പിച്ച് അവരെ കൂടി നശിപ്പിക്കുന്ന കാര്യത്തിൽ സർവ്വ ജാഗ്രതയും പുലർത്തിക്കൊണ്ടുപോകാനുള്ള എല്ലാ പരിപാടിയും നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു കൂസലുമില്ല. ഞാൻ മാത്രം നശിച്ചാൽ പോരാ, എൻ്റെ ഭാര്യ കൂടി നശിക്കണം, എൻ്റെ ഭർത്താവ് കൂടി നശിപ്പിക്കണം, എൻ്റെ അപ്പനും കൂടി നശിക്കണം, എൻ്റെ അമ്മ കൂടി നശിക്കണം. അല്ലാണ്ട് നാട്ടുകാരെ നശിപ്പിക്കാൻ ഞാൻ പോകത്തില്ല. ഇതെപ്പോഴും ശ്രദ്ധിക്കുന്നത്, വീട്ടിൽ നശിപ്പിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് പുറത്തോട്ട് സാവകാശം ഇറങ്ങുന്നത്. വീട്ടിലുള്ളവരെ നശിപ്പിച്ചിട്ട് അങ്ങോട്ട് മതിയാകുന്നില്ല, തൃപ്തിയാകുന്നില്ല. അപ്പോൾ മിനിമം ഒരു പഞ്ചായത്ത് മെമ്പറാകാം. എന്നിട്ട് പറ്റുന്നില്ല എന്നാൽ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആകാം. പറ്റുന്നില്ല MLA ആകാം, MP ആകാം, മന്ത്രിയാകാം. അതെ, നാശം തന്നെയാണ്. നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല.
എവിടെയാന്ന് നോക്കിക്കോ. പക്ഷെ അഴിമതിക്കല്ലാതെ എവിടെയാണ് ഇറങ്ങിത്തിരിക്കുന്നത്? എന്തിനാണ് ഞാൻ നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങണം? എന്തിനാണ്? ഈ നാട്ടുകാരെ നന്നാക്കാൻ ഇറങ്ങുമ്പോൾ തന്നെ മനസ്സിലാക്കുക, ഒരാൾ നാട്ടുകാരെ നന്നാക്കാൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ, നമ്മൾ കൂടെ സഹകരിക്കാൻ ഒരാൾ വരുന്നുണ്ടെങ്കിൽ, രണ്ടും രണ്ടാണ്. നമ്മുടെ കൂട്ടത്തിൽ സഹകരിക്കാൻ ഒരാൾ വരുന്നു, നാട്ടുകാരെ നന്നാക്കാൻ ഇറങ്ങുന്നു. ആരെ സൂക്ഷിക്കണം? ഈ നന്നാക്കാൻ വരുന്ന ആളെ പട്ടിക്കകത്ത് കയറ്റരുത്. സഹകരിക്കാൻ വരുന്ന ആൾക്കാരുമായിട്ട് സഹകരിച്ചുകൊള്ളുക. നമ്മളെ നന്നാക്കാൻ ആരെങ്കിലും വരുന്നുണ്ടോ? പട്ടിക്കകത്ത് കയറ്റരുത്. വേണ്ട. നിയമങ്ങളൊക്കെ അറിയാമെന്ന് പറഞ്ഞ് വേണ്ട. നമുക്കങ്ങനെ നിയമ ഉപദേശമൊന്നും വേണ്ട. നമ്മളെപ്പോലെ തന്നെ സഹകരിക്കാൻ തയ്യാറായിട്ടുള്ളവർ, നമ്മുടെ ഒപ്പം ഇരിക്കാൻ തയ്യാറായിട്ടുള്ളവർ, അവരെ മാത്രം മതി നമുക്ക്. അല്ലാത്ത ആരെയും വേണ്ട. ആവശ്യമില്ല. നമുക്ക് ആവശ്യം ഇല്ല. സംശയവും ഇല്ല. നമ്മളിൽ നമുക്ക് സംശയമുള്ളപ്പോഴാണ് പുറത്തുനിന്നൊരാൾ നമ്മളെ സഹായിക്കാൻ വരുന്നത്. നമ്മളിൽ സംശയം ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് ആര് വന്നാലും പണി എട്ടിൻ്റെത് ഉറപ്പാണ്. നമ്മളെ തെളിച്ചെടുക്കുക എന്നുള്ളതല്ലാതെ, നമ്മളെ നന്നായിട്ട് തെളിച്ചെടുക്കുക എന്നുള്ളതല്ലാതെ, നമ്മുടെ ക്ഷീണം കൃത്യമായിട്ട് എടുത്ത് മാറ്റുക എന്നുള്ളതല്ലാതെ ഒരു വഴിയില്ല. നമ്മളിൽ ക്ഷീണമില്ലാതെ ആക്കിയെടുക്കണം. നമ്മളുടെ ക്ഷീണമാണ് മറ്റൊരാൾ നമ്മളിൽ കടന്നു കയറി പണി ചെയ്യാൻ തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞുതരാവേ, അവൾ അങ്ങനെ കാണിച്ച, അപ്പം നീ ഇങ്ങനെ പറയണേ, 8ൻ്റെ പണി 2 അങ്ങോട്ട് കൊടുക്കണേ, ഇതേ കിടക്കണം. പക്ഷേ ഇവിടെയാണ് നമുക്ക് 8ൻ്റെ പണി കിട്ടുന്നത്. അതെ, പ്രതികരിക്കണം. പ്രതികരിക്കാതെ പോകരുത്. തെറ്റ് കണ്ടാൽ പ്രതികരിക്കണം. തെറ്റ് കണ്ടാൽ പ്രതികരിക്കണം എന്നുള്ളതിന് പകരം, തെറ്റ് കണ്ടാൽ ഞാൻ എന്തിനു പ്രതികരിക്കണം, ഞാൻ എന്തുകൊണ്ട് പ്രതികരിക്കുന്നു? മറ്റൊരാളുടെ തെറ്റ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ശരി എന്താണെന്ന് എനിക്കറിയത്തില്ല. കാരണം മറ്റൊരാൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഞാൻ എന്തുകൊണ്ട് കുടുങ്ങിപ്പോയി? എൻ്റെ പ്രവൃത്തി സജീവമല്ല. എൻ്റെ പ്രവൃത്തിയിൽ ഉണർവില്ല. എൻ്റെ പ്രവൃത്തിയിൽ ഉണർവുണ്ടെങ്കിൽ, ഞാൻ പ്രവർത്തിക്കുന്ന വഴി കൃത്യമാണെങ്കിൽ, മറ്റൊരാളുടെ പ്രവർത്തനത്തിൽ എൻ്റെ ശ്രദ്ധ ഒരിക്കലും പതിക്കത്തില്ല. ഇല്ല. മറ്റൊരാൾ സംസാരിക്കുന്നു, അതിന് ഞാനെന്തിന് അസ്വസ്ഥനാണ്? കാരണം ഞാനും സംസാരിക്കുന്നു. എൻ്റെ പ്രവൃത്തിയുടെ അനന്തര ഫലമായിട്ട് ഞാൻ സംസാരിക്കുന്നു. അതുകൊണ്ട് മറ്റൊരാൾ പ്രവർത്തിക്കുമ്പോൾ, അതിൻ്റെ ഫലമായിട്ട് സംസാരിക്കുമ്പോൾ, അതിനകത്ത് ഞാനെന്തിനാണ് കേടുപാടുകൾ കണ്ടെത്തണം? എന്തിനാണ്? എൻ്റെ സംസാരത്തിൻ്റെ കാരണം എന്താണ്? എൻ്റെ നന്മയാണെങ്കിൽ അവൻ്റെ നന്മ അവൻ എങ്ങനെയാണ് കൈവരിക്കുന്നത് എന്നുള്ള ഭാഗം ആ വ്യക്തി തീരുമാനിക്കട്ടെ. വിട്ടുകൊടുക്കുക. എന്തുകൊണ്ട് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല? കാരണം നമ്മുടെ പ്രവർത്തനത്തിൽ തുടർച്ചയില്ല, സത്യസന്ധതയില്ല. കാരണം മറ്റൊരാൾ പ്രവർത്തിക്കുന്നതിൻ്റെ അനന്തര ഫലമായിട്ട് നമ്മളുടെ കൈവിട്ടു പോകുന്നു. നമ്മളിൽ പ്രവർത്തന ശേഷിയില്ലാത്തത് കൊണ്ട് മറ്റൊരുത്തം പ്രവർത്തിക്കണ കാണുമ്പോൾ തന്നെ നമുക്ക് സംശയമുണ്ട്. ഞാൻ ചെയ്യുന്നത് ശരിയാണ്, അവൻ ചെയ്യുന്നത് എന്നേക്കാൾ ശരിയല്ലേ? ഞാൻ ചെയ്യുന്നതിനേക്കാൾ ശരിയായിട്ടല്ലേ അവൻ ചെയ്യുന്നത്? തീർന്നു. ഞാൻ പറയുന്നതിനേക്കാൾ നന്നായിട്ടല്ലേ അവൻ പറയുന്നത്? അങ്ങനെയല്ല. ഞാൻ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഞാൻ സംസാരിക്കുന്നു. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ തെളിച്ചത്തിൽ ഞാൻ സംസാരിക്കുന്നു. അതിനകത്ത് യാതൊരു സംശയമില്ല, യാതൊരു ആശങ്കയുമില്ല, ഉണ്ടാകത്തുമില്ല. മറ്റൊരാൾ പറയുമ്പോൾ അയാൾ പറഞ്ഞത് ശരിയല്ല എന്ന് പറയാൻ പോകേണ്ടി വരുന്നത് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് ശരിയിലല്ലാത്തത് കൊണ്ടാണ്. എൻ്റെ ശരിയിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ മറ്റൊരാളുടെ ശരിയിൽ അയാൾ നിന്നോളൂ. കാരണം ഞാൻ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഞാൻ സംസാരിക്കുന്നത്. മറ്റൊരാൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് അയാൾ സംസാരിക്കുന്നത്. അതിന് നമുക്കെന്ത് കാര്യം അതിനകത്ത് കയറി ഇറങ്ങാൻ? ഒരു കാര്യമില്ല, അല്ലേ? അപ്പം നമ്മൾ നന്നായിട്ട് പ്രവർത്തിച്ചാൽ ആഹാ, നമ്മുടെ പ്രവർത്തനം സജീവമായാൽ വീണ്ടും ആഹാ. അപ്പം നമ്മുടെ പ്രവർത്തനം സജീവമാകുമ്പോൾ, സൂര്യൻ ഉദിക്കുമ്പോഴും നമ്മൾ സൂര്യൻ ഉദിക്കുന്നതിനേക്കാൾ വേഗത്തിൽ നമ്മൾ ഉദിക്കണം. അതെ, സൂര്യൻ ഉദിക്കുന്നതിനേക്കാൾ വേഗത്തിൽ നമ്മളിൽ ഉദയം ഉണ്ടാകണം. അതെ, സൂര്യൻ്റെ പുറകിലാകരുത്, സൂര്യൻ്റെ മുമ്പിൽ നമ്മൾ ഉദിച്ചുയരണം.
അതാണ് ജീവിതം. സൂര്യൻ്റെ മുന്നിലായിരിക്കണം. സൂര്യൻ ഉണരുന്നതിന് മുമ്പ് നമ്മൾ ഉണരണം. അതെ, അപ്പോഴാണ് കാലത്തിന് അതീതമാകുന്നത്. അപ്പൊ കാലത്തിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ശ്രദ്ധയിൽ വ്യക്തമായിരിക്കും. എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു കൃത്യമായിട്ട് കാണും. അതെ, കൂടെ പോയ കാലം മനസ്സില്ല. കാലത്തിന് അതീതമായിട്ട് വിവേകത്തിന്റെ ഭാഗത്തെത്തുമ്പോൾ, അതീന്ദ്ര ജ്ഞാനം ഉണരുമ്പോൾ, കാലത്തിന് അതീതമാകുമ്പോൾ സമാധാനം. കാരണം ചുറ്റുപാട് എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് ആശങ്കയില്ല. കാരണം ചുറ്റുപാടും സംഭവിക്കുന്നതിന് അതീതമായിട്ടുള്ള വ്യവസ്ഥയാണ് എന്നെ നിലനിർത്തുന്നത്. ചുറ്റുപാടും സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് അതീതമായിട്ടുള്ള വ്യവസ്ഥയാണ് എന്നെ നിലനിർത്തുന്നത്. അതുകൊണ്ട് ചുറ്റുപാട് എന്ത് സംഭവിച്ചാലും, നമുക്ക് മന്ത്രിസഭ ഇടിഞ്ഞു വീണാലും, മന്ത്രിസഭ എത്ര ശക്തമായിട്ട് ഭരിച്ചാലും നമ്മുടെ ജീവിതത്തിൽ ഗുണവുമില്ല ദോഷവുമില്ല. ഇല്ല. മന്ത്രിസഭ എത്ര വലിയ കൊടികെട്ടി വാഴുന്ന മന്ത്രിസഭയാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. അല്ല, മന്ത്രിസഭയല്ല നമ്മൾ നിലനിർത്തുന്നത്. മനസ്സിലായ? രാജ്യത്തിന്റെ പട്ടാളവും അല്ല നമ്മൾ നിലനിർത്തുന്നത്. അവിടെയാണ് നമ്മുടെ ശ്രദ്ധയുടെ ശരിയായിട്ടുള്ള ശ്രദ്ധ എന്താണെന്ന് നമ്മൾ അറിയുന്നത്. അപ്പം നമ്മളെ ചലിപ്പിക്കുന്നത് കാലമാണെങ്കിൽ തീർച്ചയായിട്ടും കാലത്തിൻ്റെ അകത്താണ് നമ്മൾ. കാലത്തിന് അതീതമായിട്ടുള്ള വിവേകമാണ് നമ്മളെ ചലിപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആശ്വാസമായിരിക്കും നമ്മുടെ അനുഭവം. നിത്യതയാണ് നമ്മളെ കൈകാര്യം ചെയ്യുന്നത്. നിത്യതയായിരിക്കണം. അതുകൊണ്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ നമ്മൾ ഉദിച്ചിരിക്കണം. സൂര്യൻ്റെ ഒപ്പം നിന്ന് പിന്നെ സൂര്യൻ്റെ മുന്നിൽ കയറണം. സൂര്യൻ്റെ മുന്നിൽ കയറാൻ നമുക്ക് എന്താ ഉള്ളത്? വിവേകം മാത്രമേ ഉള്ളൂ. ബുദ്ധിയല്ല, വിവേകം കൊണ്ട് മാത്രമാണ് സൂര്യൻ്റെ മുന്നിലെത്താൻ പറ്റത്തുള്ളൂ. അവിടെയാണ് ആത്മാർത്ഥത. നമ്മുടെ കൂടപ്പുറപ്പാകണം. ഫലമിച്ഛിക്കാതെ. ഫലമിച്ഛിക്കണമെങ്കിൽ സൂര്യൻ്റെ ഭാഗത്താണ്. കാരണം ഇവിടെയുള്ള ഫലമെല്ലാം സൂര്യൻ്റെ അധികാരത്തിൽ ഉണ്ടായിട്ടുള്ള ഫലങ്ങളാണ്. ഫലം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സൂര്യൻ്റെ തീരുമാനത്തിനകത്താണ്. ഫലത്തിന് അതീതമായിട്ട് കയറണം. അങ്ങനെ കയറുമ്പോൾ നമ്മൾക്ക് ആശ്വാസം. തീർച്ചയായിട്ടും അങ്ങനെ കയറുമ്പോഴാണ് നമുക്ക് ആശ്വാസം. എങ്ങനെ? തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും. അതുകൊണ്ട് സങ്കല്പത്തിന് സ്ഥാനം കൊടുക്കുമ്പോഴെല്ലാം ആരുടെ ഉള്ളിലാണ്? സൂര്യൻ്റെ ഉള്ളിലാണ്, കാലചക്രത്തിൻ്റെ ഉള്ളിലാണ്. ഒരു സംശയവും വേണ്ട. അപ്പം കാലചക്രത്തിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. കാരണം അർഹതപ്പെട്ട ഭാഗത്ത് നിന്ന് അധപ്പതിച്ചു. അതുകൊണ്ടാണ് ആൾക്കാർ പാഷനേറ്റ് ആണെന്ന് പറയും. ഈ പാഷനേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആ അർഹതപ്പെട്ട ഭാഗത്ത് നിൽക്കുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. പാഷനേറ്റ് ആകുമ്പോൾ അവിടെ ഫലമിച്ഛിക്കരുത്. ഫലമിച്ഛിക്കാതെ പാഷനേറ്റ് ആകണം. മനസ്സിലായി? പാഷനേറ്റ് ആണ്, പക്ഷെ ഫലമിച്ഛിക്കരുത്. അങ്ങനെയാണ് പാഷനേറ്റ്ലി ആയിരിക്കണം. നമ്മൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ അയാളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കരുത്. ഓ, നിങ്ങൾ കേട്ടിട്ട് വല്ല ഗുണവും ഉണ്ടായോ? ഇല്ല. ഗുണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കരുത്. സംസാരിക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കുക. ഗുണം സംഭവിക്കേണ്ടതാണെങ്കിൽ സംഭവിച്ചോട്ടെ, നമ്മുടെ വിഷയമല്ല. ഗുണമല്ല. നമുക്ക് ഗുണത്തിൻ്റെ ഭാവം വരുമ്പോൾ നമ്മുടെ ബുദ്ധി വിലയിരുത്തുന്ന ഭാഗത്തോട്ടാവും. ഗുണത്തിൻ്റെ കുഴപ്പം എന്താണ്? ബുദ്ധി വിലയിരുത്തും. അപകടമാണ്. ബുദ്ധിക്ക് അവസരം കൊടുക്കരുത്. ബുദ്ധിയാണ് ഗുണത്തെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ബുദ്ധി നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കംപ്ലീറ്റ് പ്രതിബിംബങ്ങളുടെ പിന്നിലായി, വീണ്ടും അപകടമായി. മനസ്സിലായി? എങ്ങനെയാണ് നമ്മൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ അമ്മ കുഞ്ഞിന് പാല് കൊടുക്കുന്ന പോലെ സംസാരിക്കുക. മറ്റൊരാളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കണ്ട. അയാൾ തിരിച്ചിങ്ങോട്ട് പ്രതികരിക്കുമെന്നോ അയാളുടെ പ്രതികരണം എന്തായിരിക്കുമെന്നോ ഒന്നുമില്ല. അയാൾക്ക് നല്ലതോ ചീത്തയോ ഒന്നുമില്ല. കാരണം ഞാൻ പറയേണ്ടത് മനോഹരമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അയാൾക്ക് നല്ലതാണോ ചീത്തയാണോ എന്ന് നമ്മൾ കരുതേണ്ട കാര്യമില്ലല്ലോ. എൻ്റെ നന്മയിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്, തുടരുന്നത്. എൻ്റെ നന്മയിലാണെങ്കിൽ
എൻ്റെ നന്മയ്ക്ക് എങ്ങനെയാണ് മറ്റൊരാൾക്ക് തിന്മയാകുന്നത് എങ്ങനെയാണ്? അപ്പോൾ എൻ്റെ നന്മയിലാണെങ്കിൽ മറ്റുള്ളവർ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ നന്മയ്ക്ക് വാട്ടം സംഭവിക്കുകയോ ഇല്ല. ഞാൻ തൊട്ടാവാടിയല്ല, ഞാൻ തൊട്ടാവാടി ആകരുതും. കാരണം എൻ്റെ നന്മ തന്നെ ആയിരിക്കണം, അല്ലേ? അതിനകത്ത് ക്ഷീണം ഉണ്ടായിരുന്നു, നന്മയുടെ അകത്ത് ക്ഷീണം ഉണ്ടായിരുന്നു, ആ നന്മയുടെ അകത്ത് ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൃത്യമായിട്ട് പണിയെടുക്കുക. ക്ഷീണം എവിടെയെങ്കിലും കണ്ട പൊളിച്ചെടുക്കുക. ക്ഷീണത്തിന് നമ്മൾ ഒരിക്കലും അടിയുറ വെച്ച് കൊടുക്കരുത്. ക്ഷീണത്തിന് നമ്മൾ സ്ഥാനം കൊടുക്കരുത്. നമ്മൾ സൂക്ഷ്മമായിട്ട് ക്ഷീണത്തെ കണ്ടെത്തി അതാത് സമയത്ത് നവീകരിച്ച് ആഹാ, നിരന്തരം ആഹാ മോഡിലായിരിക്കണം, നിരന്തരം പ്രവർത്തിക്കണം. നിരന്തരം പ്രവർത്തിച്ചാൽ ക്ഷീണത്തെ ഭേദിക്കാം. നിരന്തരം പ്രവർത്തിച്ചാലേ ക്ഷീണത്തെ ഭേദിക്കാൻ പറ്റത്തുള്ളൂ. അല്ല അല്പനേരം അല്ല, കുറച്ചു നേരത്തേക്ക് അല്ല, നിരന്തരം പ്രവർത്തിക്കണം. നിരന്തരം പ്രവർത്തിച്ചാൽ നമ്മളെ ചലിപ്പിക്കുന്ന ശക്തിയെ കാണാം. നമ്മളെ ചലിപ്പിക്കുന്ന ശക്തിയെ കൃത്യമായിട്ട് കാണാൻ പറ്റും. അങ്ങനെ കണ്ടെത്തുമ്പോഴാണ് നമ്മൾ സൂര്യനേക്കാൾ അഡ്വാൻസ്ഡ് ആകുന്നത്. സൂര്യൻ നമ്മളിലുണ്ടാക്കുന്ന ഉണർവിനേക്കാൾ ശക്തമാകുമ്പോൾ നമുക്ക് ക്ഷീണം ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ നമുക്ക് ക്ഷീണം ഉണ്ടാകും. നമുക്ക് ക്ഷീണം ഉണ്ടാകും. അങ്ങനെ ക്ഷീണിക്കരുത്. അങ്ങനെ ക്ഷീണിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ സൂര്യന് അതീതമായിട്ടുള്ള ഒരു ശക്തിയുടെ ഭാഗത്തോട്ട് നമ്മുടെ ശ്രദ്ധ ഉണരണം. ഇവിടെ തർക്കങ്ങളൊന്നുമില്ല. കാരണം പുസ്തകം വായിക്കുന്ന ആരാണ്? ശരീരമാണ്, വ്യക്തിയല്ല. വ്യക്തിത്വ ബോധം കിട്ടാൻ വേണ്ടിയിട്ടാണ് പുസ്തകം വായിക്കുന്നത്. വ്യക്തിയായിട്ട് ഉണരാനാണ് പുസ്തകം വായിക്കുന്നത്. ഒരു വ്യക്തി അല്ല പുസ്തകം വായിക്കുന്നത്, ഒരു ശരീരമാണ്, ബുദ്ധിയാണ് പുസ്തകം എടുക്കുന്നത്. ബുദ്ധിയെ പുസ്തകം എടുക്കത്തുള്ളൂ. അപ്പോൾ ബുദ്ധി പുസ്തകം എടുക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് പുസ്തകം എടുക്കുന്നത്? വ്യക്തി ഉണരാൻ വേണ്ടിയിട്ടാണ്. വ്യക്തി ഉണർന്നു കഴിഞ്ഞാൽ പുസ്തകം തള്ളണം, അല്ലേ? വ്യക്തി ഉണർന്നാൽ പുസ്തകം തള്ളണം. അപ്പോൾ പുസ്തകം തള്ളുന്നില്ല, പുസ്തകം ഈ വ്യക്തിയെ തള്ളിക്കളയാണ്. കാരണം പുസ്തകം വ്യക്തിയേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമുള്ളതായി. അതുകൊണ്ടാണ് ആൾക്കാർ ലോകത്ത് വിശുദ്ധ ഗ്രന്ഥം എന്ന് നമ്മൾ പൊക്കിക്കൊണ്ട് നടക്കുന്നത്. കാരണം ഇതുകൊണ്ട് നമുക്കൊരു വിശുദ്ധിയും കിട്ടിയില്ല. അതുകൊണ്ട് ഗ്രന്ഥം വിശുദ്ധമാണ്. ഞാൻ അശുദ്ധമാണെന്നാണ് ഇവർ വിളിച്ച് പറയുന്നത്. മനസ്സിലായേ? കാരണം ഗ്രന്ഥം വായിക്കുന്നത് ആരാണ്? ശരീരമാണ് ഗ്രന്ഥം എടുക്കുന്നത്. എന്തിനാണ്? എന്നിലെ ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് കണ്ടെത്താനാണ്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് ശരീരം പുസ്തകം എടുക്കണം, ആത്മാർത്ഥമായിട്ട് വായിക്കണം. വായിച്ച് ഞാനിതിലുണ്ട്, എവിടെയുണ്ട്, എങ്ങനെയുണ്ട് കൃത്യമായിട്ട് അറിയണം. അങ്ങനെ അറിയുമ്പോൾ ആശ്വാസം. അപ്പോഴേ നമുക്ക് ആശ്വാസമുള്ളൂ. ആ ആശ്വാസം നിത്യമാണ്. അതൊരിക്കലും നേരം പോക്കിനും തോന്നിവാസം ഇല്ല. തെളിച്ചം തന്നെയാണ്. ഒരിക്കലും തെളിച്ചം അസ്തമിച്ചു പോകത്തില്ല. നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ ക്ഷീണം വന്നെന്ന് പറഞ്ഞാൽ ആ ക്ഷീണത്തെ നമ്മൾ ഭേദിച്ചിരിക്കും നമ്മുടെ തെളിച്ചം കൊണ്ട്. ഒരു സംശയം വേണ്ട. നമ്മുടെ തെളിച്ചം കൊണ്ട് നമ്മൾ യുദ്ധം ചെയ്ത് നമ്മുടെ ഉള്ളിലുള്ള ശരീരബോധത്തെ മാറ്റി ആത്മബോധത്തിലോട്ട് നമ്മളെ മാറ്റിയിരിക്കും. തീർച്ചയായും അത് യാതൊരു സംശയവും വേണ്ട. അതങ്ങനെ തന്നെയാണ്. കാരണം നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് യാതൊരു കാരണവശാലും ക്ഷീണമില്ല. നിരന്തരം പ്രവർത്തിക്കാൻ, നല്ല ഉന്മേഷത്തോട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കാൻ. ആ ഉന്മേഷം എന്ന് പറയുന്നത് എന്താണ്? ആ പവിത്രതയുമായിട്ടുള്ള ബന്ധമാണ്. അത് ഒരു കാലത്തും അസ്തമിക്കില്ല. അതൊരു കാലത്തും അസ്തമിക്കത്തില്ല, അസ്തമിക്കാൻ പറ്റത്തില്ല. അത്രയും പെർഫെക്റ്റാണ് നമ്മുടെ ജീവിതം.
വളരെ സിമ്പിളല്ലേ? ഇത് ആരുമായിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? സഹകരിക്കുക മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. സഹകരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സാധ്യത മുഴുവനും തെളിഞ്ഞു വരും. സഹകരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സാധ്യത അനായാസം തെളിഞ്ഞു വരും. യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട്. കാരണം അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിരന്തരം.